നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഖത്തറും ആഗോളതലത്തിൽ 8ാം സ്ഥാനത്താണ് ഖത്തർ. GCC രാജ്യങ്ങളിൽ പ്രവാസികളുടെ സുരക്ഷിത ഇടങ്ങളിൽ 1ാം സ്ഥാനത്തും ഖത്തറാണ്. പ്രവാസി ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പാട്രിയേറ്റ് ഗ്രൂപ്പാണ് പട്ടിക തയ്യാറാക്കിയത്. 128 രാജ്യങ്ങളിലെ സമാധാന സൂചിക, രാഷ്ട്രീയ സുസ്ഥിരത, കുറ്റകൃത്യങ്ങളുടെ കണക്ക്, പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത തുടങ്ങിയ വിവിധ വശങ്ങൾ വിലയിരുത്തിയാണ് ഗ്രേഡിംഗ് നിശ്ചയിച്ചത്. മാനദണ്ഡങ്ങൾ പ്രകാരം GCCയിൽ പ്രവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഖത്തറാണ്. ആഗോളതലത്തിൽ സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്ത്. ആദ്യ 10ൽ ഖത്തറും സിംഗപ്പൂരും ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം യൂറോപ്പിൽ നിന്നാണ്. GCC രാജ്യങ്ങളിൽ ബഹ്റൈൻ 13ാം സ്ഥാനത്തും കുവൈത്ത് 15ാം സ്ഥാനത്തുമുണ്ട്. മീഡിയ 1 ദോഹ. ജീവിത നിലവാര സൂചികയിൽ ഖത്തറിന് വൻ മുന്നേറ്റം. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നമ്പയോ തയ്യാറാക്കിയ പട്ടികയിൽ 9 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഖത്തർ ആദ്യ 10ൽ ഇടം പിടിച്ചു. ഏഷ്യയിൽ ഖത്തർ 2ാം സ്ഥാനത്തുണ്ട്. വിവിധ ജീവിത നിലവാര സൂചികകളെ അടിസ്ഥാനമാക്കിയാണ് നമ്പയോ പട്ടിക തയ്യാറാക്കിയത്. 193.3 പോയിന്റ് സ്വന്തമാക്കിയാണ് ഖത്തർ 9ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 165.9 പോയിന്റും 18ാം സ്ഥാനവുമാണ് ഉണ്ടായിരുന്നത്. പർച്ചേസിംഗ് പവർ, മലിനീകരണം, താമസ ചെലവ്, ജീവിത ചെലവ്, സുരക്ഷ, ആരോഗ്യമേഖലയുടെ ഗുണനിലവാരം, കാലാവസ്ഥ, യാത്രാ സൗകര്യം തുടങ്ങിയവയാണ് നമ്പയോ ജീവിത നിലവാര സൂചികയിലെ പ്രധാന മാനദണ്ഡങ്ങൾ. ലക്സംബർഗാണ് പട്ടികയിൽ 1ാമത്. നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. ഏഷ്യയിൽ ഒമാൻ മാത്രമാണ് ഖത്തറിന് മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ ആദ്യ 10ലുണ്ടായിരുന്ന ജപ്പാൻ 17ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതേസമയം അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, അയർലൻഡ്, സ്പെയിൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പട്ടിക പ്രകാരം ജീവിത നിലവാരത്തിൽ ഖത്തറിനേക്കാൾ പിന്നിലാണ്. GCCയിൽ നിന്നും UAE 20ാം സ്ഥാനത്തും സൗദി അറേബ്യ 21ാം സ്ഥാനത്തുമുണ്ട്. 88 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 60ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് പിന്നിൽ 61ാം സ്ഥാനത്താണ് ചൈന. മീഡിയ 1 ദോഹ. സമൂഹമാധ്യമങ്ങളിലെ അനധികൃത ഗ്രൂപ്പുകളിൽ ചേരുന്നതിനെതിരെ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ആപ്പുകൾ വഴിയോ ഓൺലൈൻ പ്രോഗ്രാമുകൾ വഴിയോ ഇത്തരം നിയമവിരുദ്ധ ഗ്രൂപ്പിൽ ചേരരുതെന്നാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. പരീക്ഷാ വിവരങ്ങൾ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ നേടുന്നത് ഒഴിവാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പരീക്ഷാ വിവരങ്ങൾക്കായി നിയമവിരുദ്ധ രീതികളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയായേക്കാമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ സുരക്ഷാ ക്യാമറകൾ കേടുവരുത്തുകയോ റെക്കോർഡിംഗുകൾ നിയമവിരുദ്ധമായി കൈമാറുകയോ ചെയ്താൽ കടുത്ത പിഴ. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 20,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. റെക്കോർഡിംഗ് കൈമാറാൻ മന്ത്രാലയത്തിന്റെയോ ജുഡീഷ്യറിയുടെയോ അനുമതി നേടിയിരിക്കണം. CCTV സംവിധാനങ്ങളും അവയുടെ റെക്കോർഡിംഗുകളും സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി നിബന്ധനകൾ കർശനമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ ക്യാമറകൾ നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുക, അനുമതിയില്ലാതെ റെക്കോർഡിംഗുകൾ കൈമാറ്റം ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക എന്നിവ കടുത്ത പിഴയുൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാക്കി. നിബന്ധന പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും 20,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. റെക്കോർഡിംഗ് കൈമാറുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയോ സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രസിഡൻസിയുടെയോ ജുഡീഷ്യറിയുടെയോ യോഗ്യതയുള്ള അന്വേഷണ അതോറിറ്റിയുടെയോ അനുമതി തേടണമെന്നും മന്ത്രാലയം വിശദീകരിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. ഷാർജയിൽ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ട വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ക്യാൻസർ ബാധിതയായ ഒരു മലയാളി പ്രവാസി വനിത. രോഗത്തിന് ചികിത്സ തേടി നാട്ടിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു കാലത്ത് ബിസിനസ് സംരംഭകയായിരുന്ന ഈ അമ്മ ഇപ്പോൾ ഷാർജ ഖാദിസിയയിലെ ഈ വില്ലയിൽ കഴിഞ്ഞ 20 ദിവസമായി കരണ്ടും വെള്ളമില്ല. പക്ഷേ ഈ മുറിയിൽ ഒരു ക്യാൻസർ രോഗി താമസിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ നാട്ടിലേക്ക് പോകാനും കഴിയില്ല. അവർക്ക് യാത്രാ വിലക്കുണ്ട്. 17 വർഷത്തിലേറെ ഷാർജയിൽ ബ്യൂട്ടി സലൂൺ നടത്തിയ സംരംഭകയായിരുന്നു കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ശോഭ. 2016 ഭർത്താവ് മരിച്ചു. കോവിഡ് കൂടി എത്തിയതോടെ ബിസിനസ് താളം തെറ്റി. ബ്യൂട്ടി സലൂൺ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ വാടകയിൽ വീഴ്ച വരുത്തിയെന്നതിന്റെ പേരിലാണ് ഇപ്പോൾ യാത്രാ വിലക്ക് നേരിടുന്നത്.
ബിസിനസ് ചെയ്തിരുന്നിടത്ത് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തതിൻ്റെ വിരോധത്തിന് ബിൽഡിംഗ് ഓണർ നമ്മളുടെ പേരിൽ എൻ്റെ പേരിൽ കേസാക്കിയതാണ്. ഞാൻ ആൾക്ക് ഒരു പൈസയും കൊടുക്കാനുള്ളതല്ല, അതിൻ്റെ ഫുള്ള് ക്ലിയർ ചെയ്തതാണ്. ടെനൻസി കോൺട്രാക്റ്റ് ഇല്ല എൻ്റെ അടുത്ത്, ഒന്നുമില്ലാത്തതാണ്. ഇപ്പോൾ എത്ര ദിർഹം കൊടുത്താലാണ് നമുക്ക് ഈ ട്രാവൽ ബാൻ ഒഴിവായി കിട്ടുക? മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കാനുള്ളത് 65,000 ദിർഹംസാണ്. പക്ഷേ അറബി പറയുന്നത് അയാൾക്ക് 25,000 കൊടുത്താൽ കേസ് ഫിനിഷാക്കി തരാനാണ്. അതാണ്. അപ്പോൾ 25,000 ദിർഹം ഈ അറബിക്ക് കൊടുത്താൽ ചേച്ചിക്ക് ചികിത്സയ്ക്കായിട്ട് നാട്ടിൽ പോവാം? അങ്ങനെ പോകാൻ പറ്റും. ഏകത, സേവ തുടങ്ങിയ സാമൂഹിക സംഘടനകളുടെ സഹായത്തിലാണ് വിസ പുതുക്കി ഇപ്പോൾ ഷാർജയിൽ കഴിയുന്നത്. തുച്ഛ വരുമാനമുള്ള ജോലിയിലാണ് മകൻ. ചികിത്സയ്ക്കും മറ്റുമായി വേണ്ടിവരുന്ന ചെലവ് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അപ്പം ഷാർജ ചാരിറ്റി ഒരു 13,000 തന്നു. അത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, അൽത്തവാം ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇന്നലെ അതിൻ്റെ ഒരു റേഡിയേഷൻ കഴിഞ്ഞു, ഫുൾ ബോഡി സ്കാനിങ് എല്ലാം കഴിഞ്ഞു. ഇനി അവർ പറയും ഇനി എന്താ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓപ്പറേഷൻ ആണോ കീമോ ആണോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അത് ഇനി ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ അവർ വിളിക്കുകയുള്ളൂ. ഈ ദുരിതങ്ങൾക്കിടയിലാണ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ വെള്ളവും വൈദ്യുതിയും നിലച്ചിരിക്കുന്നത്. വില്ലയെടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്ന കൊൽക്കത്ത സ്വദേശി വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ബില്ലടയ്ക്കാത്തതാണ് ഇപ്പോൾ ഇവരെ വെട്ടിലാക്കിയത്. അത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ഒരു കൽക്കട്ടക്കാരനാണ്. അയാൾക്ക് നമ്മൾ റെൻറ്റ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അയാൾ ഇലക്ട്രിസിറ്റിയിൽ പൈസ അടയ്ക്കാഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്ത് പോയി. അവർ 12,000 ദിർഹംസ് അവർ ഇലക്ട്രിസിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നാളെ വന്ന് ക്ലോസ് ചെയ്ത് പോയി. അയാൾ പറഞ്ഞ പൈസ അടയ്ക്കില്ല, നമ്മൾ പൈസ തിരിച്ചു തരില്ല, അങ്ങനെയാന്ന് പറയുന്നത്. നമ്മൾ ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത്. ഈ കുടിവെള്ളത്തിനും ഇതിനൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കുടിവെള്ളത്തിനൂടെ ഒരു പള്ളിയുണ്ട് മുമ്പിൽ, അതിനിവിടെ ബാച്ചിലേഴ്സ് താമസമുണ്ട്. അവർ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരും, നമുക്കും തരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. $25,000 ദിർഹം കൊടുക്കാൻ തയ്യാറായാൽ ശോഭയുടെ യാത്രാവിലക്ക് ഒഴിവാകും. അങ്ങനെ നാട്ടിലെത്തി ചികിത്സ തുടരാനുള്ള ആഗ്രഹത്തിലാണ് ഇവർ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. സൗദിയിൽ വിനോദ പരിപാടികളുടെ എണ്ണത്തിൽ വലിയ വർധന. കഴിഞ്ഞ വർഷം 6,000-ലേറെ ടൂറിസ്റ്റ് പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിച്ചതായി മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. തൊട്ടു മുൻ വർഷത്തെ അപേക്ഷിച്ച് 33% വർധനയാണ് പരിപാടികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. സൗദി ടൂറിസം ട്രാവൽ ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് വലിയ വർധനവ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ടൂറിസം വിനോദ പരിപാടികളുടെ എണ്ണത്തിൽ 2024-ൽ 33% വർധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023-ൽ 4,800 വാണിജ്യ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നിടത്ത് 2024-ൽ അത് 6,400 ഉയർന്നു. ഇതിനു പുറമെ ഇവന്റ് ഓർഗനൈസേഷൻ പ്രവർത്തനത്തിനും വലിയ മുന്നേറ്റം നടത്താൻ പോയ വർഷം സാധിച്ചു. മന്ത്രാലയത്തിന്റെ ബിസിനസ് പ്രോഗ്രാമുകളിൽ 28% വർധനവ് രേഖപ്പെടുത്തി. ഇക്കാലയളവിൽ പരിപാടികളുടെ എണ്ണം 12,500 ഉയർന്നു. 2023-ന്റെ അവസാനത്തിൽ 9,700 ആയിരുന്നിടത്താണ് റെക്കോർഡ് വർധനവ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഒമാനിലെ മുസന്തം. മുസന്തത്ത് ഇപ്പോൾ വിന്റർ ഫെസ്റ്റിവലിന്റെ കാലമാണ്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിൽ നടക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമുകളാണ് കഴിഞ്ഞ ദിവസം ആസ്വാദകരുടെ മനം കവർന്നത്. ഒക്ടോബർ അവസാനത്തോടെ ആരംഭിച്ച് ഏപ്രിൽ വരെ തുടരുന്നതാണ് മുസന്തം വിന്റർ ടൂറിസം സീസൺ. ഇതിന്റെ ഭാഗമായുള്ള വിന്റർ ഫെസ്റ്റിവൽ ഗവർണറിലുടനീളം വിവിധ പരിപാടികളോടെ നടക്കുകയാണ്. എന്റർടൈൻമെന്റ് ഫെസ്റ്റിവൽ, ക്രിക്കറ്റ് ടൂർണമെന്റ്, മാരത്തോൺ, ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങി ഇതിനോടകം നിരവധി പരിപാടികൾ നടന്നു കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമുകൾക്കാണ് കസബ് ബസ്സ ബീച്ച് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ, സുഡാൻ, ഈജിപ്ത്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ കല, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവയെ സ്വദേശികൾക്കും വിദേശികൾക്കും അടുത്തറിയാൻ ഇത് ഏറെ സഹായകമായി. കസബ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഇന്ത്യൻ പരിപാടികൾ. ചെണ്ടമേളം, ഭരതനാട്യം, തെയ്യം, കൈകൊട്ടിപ്പാട്ട്, പഞ്ചാബി, രാജസ്ഥാനി ഡാൻസുകൾ എന്നീ ഇന്ത്യൻ തനത് കലാരൂപങ്ങളും ഫുഡ് ഫെസ്റ്റിവലും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു.
ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഫെസ്റ്റിവൽ. സാഹസിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാലും ഒമാനിലെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമായി മുസന്തം മാറിയിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്ന അമിറാത്ത് നസീം പാർക്കുകളിൽ ശനിയാഴ്ച പ്രവേശനം സൗജന്യം. ഒമാൻ കൺവെൻഷൻ സെന്ററിലെ കുട്ടികളുടെ പരിപാടിക്കുള്ള ടിക്കറ്റിൽ 50% ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഗുരം നാച്ചുറൽ പാർക്ക് ശനിയാഴ്ച അടച്ചിടും. അൽ അമിറാത്ത് പബ്ലിക് പാർക്കിലേക്കും അൽ നസീം പബ്ലിക് പാർക്കിലേക്കുമാണ് ജനുവരി 11 ശനിയാഴ്ച സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ കുട്ടികളുടെ പരിപാടികൾക്കുള്ള ടിക്കറ്റിൽ 50% ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെലിബ്രേറ്റ് എവരി സ്റ്റോറിയുടെ ടിക്കറ്റിനാണ് ഇളവ്. എന്നാൽ ജനുവരി 11 ശനിയാഴ്ച ഖുറം നാഷണൽ പാർക്ക് അടച്ചിടുമെന്ന് മസ്കറ്റ് നൈറ്റ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഞായർ വീണ്ടും തുറന്നു പ്രവർത്തിക്കും. അതേസമയം തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് മസ്കറ്റ് നൈറ്റ്സ് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയാണ്. ഫെസ്റ്റിവൽ തുടങ്ങി ഒരാഴ്ചക്കകം 2.5 ലക്ഷം സന്ദർശകരെത്തിയിരുന്നു. എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാനാവുന്ന തരത്തിലാണ് ഇപ്രാവശ്യം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 11 മണി വരെയാണ് പരിപാടികൾ. ഖുറം നാച്ചുറൽ പാർക്ക്, അമിറാത്ത് പബ്ലിക് പാർക്ക്, അൽ നസീം പബ്ലിക് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, അൽ ഹെയിൽ ബീച്ച്, വാദി അൽ കൗത്ത് തുടങ്ങി നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ഈ വർഷത്തെ പരിപാടികൾ നടക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. കനത്ത മഴയ്ക്കിടെ ജിദ്ദയിലെ പെട്രോൾ പമ്പിൽ പൊടുന്നനെയുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. വ്യാപകമായ മഴക്കും ഇടിമിന്നലും പിറകെയാണ് അപകടമുണ്ടായത്. ജിദ്ദയിലെ അൽ റിഹാബ് ഡിസ്ട്രിക്റ്റിലെ പെട്രോൾ പമ്പിലാണ് തീപിടുത്തം. ഒരാൾ അപകടത്തിൽപ്പെട്ടെങ്കിലും സിവിൽ ഡിഫൻസ് പരിക്കേറ്റയാളെ രക്ഷപ്പെടുത്തി. പെട്രോൾ പമ്പിലാകെ നാശനഷ്ടങ്ങളുണ്ടായി. അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് സിവിൽ ഡിഫൻസ് വിശദീകരണം നൽകിയത്. ഇടിമിന്നൽ ഉൾപ്പെടെയുള്ള മോശം കാലാവസ്ഥ കാരണമാണ് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച വരെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിലെ ആദ്യ അന്താരാഷ്ട്ര ചെസ് ടൂർണമെന്റിന് വർണ്ണാഭമായ തുടക്കം. വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള 250-ലധികം കളിക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച ആരംഭിച്ച ചെസ് ടൂർണമെന്റ് ജനുവരി 13 അവസാനിക്കും. 9 ദിവസത്തെ ടൂർണമെന്റിൽ ഓപ്പൺ മാസ്റ്റർ, ഓപ്പൺ ചലഞ്ചേഴ്സ്, ലേഡീസ് വിഭാഗം, ഓപ്പൺ റാപ്പിഡ് എന്നിങ്ങനെ മത്സരങ്ങൾ നടക്കും. ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് പള്ളി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത്. മസ്ജിദിൽ 3000-ഓളം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. ഷാർജ അൽദൈദ് റോഡിലെ അൽ റുവൈദാത്തിലാണ് സയ്യിദ ഖദീജ എന്ന പേരിലുള്ള മസ്ജിദ് തുറന്നത്. ഫാത്തിമിയ വാസ്തുശില്പചാരുതയും ആധുനികതയും സമ്മേളിക്കുന്നതാണ് ഈ പള്ളി. 49,383 ചതുരശ്ര മീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. പ്രധാന ഹാളിൽ 1400 പേർക്കും പുറത്ത് 1325 പേർക്കും ഒരേ സമയം നമസ്കരിക്കാം. 140 വനിതകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവുമുണ്ട്. 525 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. വുളു എടുക്കാനുള്ള സൗകര്യത്തിന് പുറമെ ഒരു ലൈബ്രറിയും മസ്ജിദ് സമുച്ചയത്തിനകത്തുണ്ട്. 10 മീറ്റർ വ്യാസമുള്ള മധ്യ താഴികക്കുടവും 4.5 മീറ്റർ വ്യാസമുള്ള 2 അനുബന്ധ താഴികക്കുടങ്ങളും പള്ളിയുടെ സവിശേഷതയാണ്. ഈ മസ്ജിദിനനുബന്ധമായി ഖബർസ്ഥാൻ, മോർച്ചറി എന്നിവയ്ക്ക് പുറമെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഒത്തുചേരാൻ അനുശോചന സംഗമങ്ങൾക്കുള്ള ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഷാർജ ഭരണാധികാരിക്കൊപ്പം കിരീടാവകാശി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി, ഭരണാധികാരിയുടെ ഉപദേഷ്ടാവ് ഷെയ്ഖ് സാലിം ബിൻ മുഹമ്മദ് അൽ ഖാസിമി, ഇസ്ലാമിക് അഫയേഴ്സ് അതോറിറ്റി DG ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഖാസിമി തുടങ്ങിയവരും പങ്കെടുത്തു. മീഡിയ 1, ഷാർജ. OICC ദമാം കൊല്ലം ജില്ലാ കമ്മിറ്റി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മുഖ്യാതിഥിയായി. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പ്രവാസികളാണെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലപ്പകിട്ട് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മുഖ്യ അതിഥിയായി. OICC ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു.
സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സൂഫിയ ഷിനാസ് ബിന്ദുകൃഷ്ണയെ സദസ്സിന് പരിചയപ്പെടുത്തി. വരാനിരിക്കുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ സജ്ജമാകാൻ പ്രവാസികളായ പ്രവർത്തകരോട് ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു. ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധി ഹനീഫ റാവുത്തർ, ഷിഹാബ് കായംകുളം, ഡോക്ടർ സിന്ധു ബിനു, ലിബി ജെയിംസ്, മെർലിൻ ലെനി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി. സുരേഷ് റാവുത്തർ, ഷിനാസ് സിറാജ്, ഷാനവാസ് ഖാൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. സമകാലിക ഇന്ത്യയിൽ ഡോക്ടർ BR അംബേദ്കറുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് പ്രവാസി വെൽഫെയർ ഖത്തറിൽ സംഘടിപ്പിച്ച ചർച്ചാ സദസ്സ് അഭിപ്രായപ്പെട്ടു. അംബേദ്കറുടെ ആശയങ്ങളാണ് ഭരണഘടനയും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും നിരാകരിക്കുന്നവർക്ക് ഇന്നും അംബേദ്കർ ഒരു പ്രശ്നമാക്കുന്നത്. രാജ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണവും ദീർഘദർശനവുമാണ് സൂചിപ്പിക്കുന്നത്. പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ ചർച്ചാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ മലയാളം CEO അൻവർ ഹുസൈൻ, സാമൂഹ്യ പ്രവർത്തകനും അടയാളം ഖത്തർ എക്സിക്യൂട്ടീവ് മെമ്പറുമായ പ്രമോദ് ശങ്കരൻ എന്നിവർ സംസാരിച്ചു. കുവൈറ്റിലെ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്ന പരിപാടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കത്ത ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലിത്ത ക്രിസ്മസ് സന്ദേശം നൽകി. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കരോൾ സംഘങ്ങളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ, സ്കിറ്റുകൾ, മ്യൂസിക്കൽ ഫ്യൂഷൻ എന്നിവ വർണ്ണാഭമായി. റജി രാജൻ, റോഷൻ കെ മാത്യു, സജിമോൻ തോമസ്, ബ്ലസൻസ് കറിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അറബ് തിയേറ്റർ ഫെസ്റ്റിവലിന്റെ 15ാമത് എഡിഷൻ ജനുവരി 9 മുതൽ 15 വരെ ഒമാനിലെ മസ്കറ്റിൽ നടക്കും. അറബ് തിയേറ്റർ അതോറിറ്റിയുടെയും ഒമാനി തിയേറ്റർ സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ. ഒമാനിൽ നിന്ന് വിദേശത്തു നിന്നുള്ള ഗ്രൂപ്പുകളുടെ 15ലധികം പ്രകടനങ്ങൾ അരങ്ങേറും. അൽബുസ്താൻ പാലസ് തിയേറ്റർ, ഒമാൻ കൺവെൻഷൻ സെന്ററിലെ അൽ ഇർഫാൻ തിയേറ്റർ, കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് എന്നീ 3 വേദികളിലായാണ് പ്രദർശനങ്ങൾ. ഗോഗ്ലി സ്പോർട്സ് ക്ലബ് സൗദിയിലെ ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 10, 17 തീയതികളിൽ നടക്കും. വൈകിട്ട് 4:30 മുതൽ ബവാദിയയിലെ അൽമഹർ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. ജിദ്ദയിലെയും മക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ടൂർണമെന്റ്. അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 17 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. അബുഹേൽ KMCC ആസ്ഥാനത്ത് ചേർന്ന പരിപാടിയിൽ AKM അഷ്റഫ് MLA മുഖ്യാതിഥിയായിരുന്നു. പ്രവാസികളുടെ ആരോഗ്യ ജീവിതത്തിൽ KMCC അടക്കമുള്ള സംഘടനകൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സലാം കന്നിപ്പാടി, ആസിഫ് ഹൊസങ്കടി, ഹനീഫ് TR എന്നിവർ സംസാരിച്ചു. ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന് കീഴിലുള്ള കാർഷിക വിഭാഗം സംഘടിപ്പിക്കുന്ന ഹണി ഫെസ്റ്റിവൽ മറ്റന്നാൾ തുടങ്ങും. ഉംസലാൽ സെൻട്രൽ മാർക്കറ്റിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ജനുവരി 18 സമാപിക്കും. ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകും. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊന്നൽ നൽകിയാണ് പ്രദർശനം. ആലപ്പുഴ സ്വദേശി റിയാദിൽ മരിച്ചു. ആലപ്പുഴ ചാരുമൂട് സ്വദേശി സുരേഷ് ദാമോദരനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 10 വർഷമായി സൗദി കാർപ്പറ്റിൽ ഇലക്ട്രീഷ്യനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും.